إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فاطهروا فإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും ആധാരമാക്കി ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അല്ലാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അല്ലാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മൾ, അല്ലാഹുവിന്റെ അടിമകളായ നമ്മൾ അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. അങ്ങനെ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നതിന്റെ ഭാഗമായാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകൾ ചെയ്യുന്നത്. ഇബാദത്തുകളായ കാര്യങ്ങൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാഹുവിനെ അനുസരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാഹുവിനെ എങ്ങനെ അനുസരിക്കുന്നു ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശറആക്കി നിശ്ചയിച്ച് തന്നിട്ടുള്ള ആരാധനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്ക് വിധേയമായി കൊണ്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ മാത്രമാണ് ആ ഇബാദത്തുകളായി പരിഗണിക്കപ്പെടുക. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്ത് ഏതാണെന്ന് ചോദിച്ചാൽ 5 നേരം നിസ്കരിക്കലാണ്. അതേപോലെ സുന്നത്തായ കാര്യങ്ങൾ നിസ്കരിക്കലാണ്. ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പൂർണവും പരിപൂർണവും കുറ്റമറ്റ രീതിയിലായിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം വിജയിക്കാൻ അതുതന്നെ മതി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇബാദത്ത് അല്ലാഹുവിങ്കൽ സ്വീകാര്യമായി തീരുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിലൂടെ പറയാൻ പോകുന്നത്. ഇബാദത്തായ എന്ത് കാര്യമാകട്ടെ അത് അല്ലാഹുവിങ്കൽ സ്വീകാര്യമാകാൻ പൊതുവായ ചില നിബന്ധനകൾ ഉണ്ട്. ചില നിബന്ധനകളുണ്ട് നിസ്കാരമാകുമ്പോ. ആ നിബന്ധനകൾ നമ്മൾ പാലിക്കണം. രണ്ടാമതായി നിസ്കാരത്തിന്റെ ചില അർക്കാനുകളുണ്ട്, അർക്കാനുകൾ പൂർത്തീകരിക്കണം.
മൂന്നാമതായി നിസ്കാരത്തിന്റെ ചില വാജിബാത്തുകളുണ്ട്, അത് പൂർത്തീകരിക്കണം. നാലാമതായി നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില സുന്നത്തുകളുണ്ട്, സുന്നത്തുകൾ ചെയ്യണം. ഈ 4 കാര്യങ്ങൾ സമഞ്ജസമായി സമ്മേളിക്കപ്പെടുമ്പോഴാണ് നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് പരിപൂർണമായ അർത്ഥത്തിലായിത്തീരുന്നത്. അപ്പോ അതിൽ ഒന്നാമത് പറഞ്ഞിട്ടുള്ള വിഷയം നിസ്കാരത്തിന്റെ ശുറൂത്തുകൾ പാലിക്കപ്പെടുക എന്നുള്ളതാണ്. ഷർത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നാണ് അർത്ഥം. ഏതൊരു ഇബാദത്താണെങ്കിലും ഇബാദത്ത് സ്വീകാര്യമാകാൻ ഷർത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്. 2 തരത്തിലുള്ള ഷർത്തുകളാണ്. ഒന്ന്, ആ ഇബാദത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായ പ്രത്യേകമായ ഷർത്തുകൾ. രണ്ടാമത്തത്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഏതൊരു ഇബാദത്തും സ്വീകാര്യമായി തീരാൻ ആവശ്യമായ പൊതുവായ നിബന്ധനകൾ. പൊതുവായ നിബന്ധനകളുണ്ട്, അതുമായി ഖാസായ സവിശേഷമായ നിബന്ധനകളുണ്ട്. പൊതുവായ നിബന്ധനകൾ ഒന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ അൽ ഇസ്ലാം, രണ്ടാമത്തത് അൽ അഖൽ, മൂന്നാമത്തത് അത്തമീസ്. ഇത് എല്ലാറ്റിനും ബാധകമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകൾക്കും ബാധകമായ കാര്യമാണ് അൽ ഇസ്ലാം. ഒന്നാമത്തെ മുസ്ലിം ആയിരിക്കണം. അപ്പൊ നിസ്കരിക്കുക എന്ന് പറയുന്ന ഇബാദത്ത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ മുസ്ലിം ആയിരിക്കണം. മുസ്ലിം ആയിക്കൊണ്ടായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത്. നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിം ആയിരിക്കണം. ഈമാനും ഇഖ്ലാസും ഉള്ള ഒരു പരിശുദ്ധനായ ശരിയായ മുസ്ലിമായ വ്യക്തിയിൽ നിന്ന് മാത്രമേ ഈ നിസ്കാരം അതുപോലെയുള്ള ഏത് ഇബാദത്തും സ്വീകരിക്കപ്പെടൂ. ഇസ്ലാം അല്ലാത്ത ഒരാൾ മുസ്ലിം ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ യോഗ എന്ന് പറയുന്ന ഒരു വലിയ വിഷയം നാട്ടിൽ മുഴുവനും പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് യോഗ. യോഗ ചെയ്യുന്നവരായ ആളുകൾ നിസ്കരിക്കുന്നത് പോലെ തന്നെയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷേ യോഗ ചെയ്യുന്ന ആളുകൾ നിസ്കരിച്ചവനാകൂല. കാരണം എന്താ? യോഗ ചെയ്യുന്നവർ പല ആൾക്കാരുണ്ടാവും. വിശ്വാസികളായ ആൾക്കാരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. വിശ്വാസികളായ ആൾക്കാർ, മുഅ്മിനായ ആൾക്ക് യോഗ ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു വിഷയമാണ്. അത് ഇസ്ലാമിന് പുറത്തുള്ള ചില തെറ്റായ വിഗ്രഹാരാധനാപരമായ വിശ്വാസങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി കുതന്ത്രക്കാരായ ആൾ കൊണ്ടുവന്നിട്ടൊരു സാധനമാണ് യോഗ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ ചെയ്യേണ്ടല്ല. ഒരാൾ 5 നേരം നിസ്കരിക്കുന്ന ഒരാൾക്ക് പിന്നെ യോഗ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതുമില്ല. അപ്പൊ അതുപോട്ടെ. അപ്പൊ ഈ പറയുന്ന സംഗതി നിസ്കാരം എന്ന് പറയുന്ന ആരാധനയായി തീരണമെങ്കിൽ അയാൾ മുസ്ലിം ആയിരിക്കണം എന്നുള്ള ഒന്നാമത്തെ ഷർത്ത്. മുസ്ലിം അല്ലാത്തവനിൽ നിന്നുണ്ടായിട്ട് കാര്യമില്ല. മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്തിട്ടും കാര്യമില്ല. എന്താ തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളായ ആളുകളിൽ നിന്ന് ഇബാദത്ത് സ്വീകരിക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മാ കാന ലിൽ മുശ്രിക്കീന അൻ യഅ്മുറു മസാജിദല്ലാഹ് ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫർ. ഒരാള് കാഫിറാണ് എന്ന്, അവിശ്വാസിയാണ് എന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനങ്ങളെ പരിപാലിക്കുവാൻ മുശ്രിക്കീങ്ങൾക്ക് പറ്റൂല. എന്നാൽ കഅബാലയം പരിപാലിക്കാൻ വേണ്ടി പരിപാലിച്ചവരായ ആളുകൾ മുശ്രിക്കീങ്ങളായ ആളുകളാണ്. ഇബ്രാഹിം നബിയുടെ മില്ലത്തുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കഅബാലയത്തെ പരിപാലിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥ വിശ്വാസികളുടെ കൈവശം അത് വന്നാൽ പിന്നെ എന്തില്ല, അവിടെ മുശ്രിക്കീങ്ങൾക്ക് സീറ്റില്ല. ശിർക്ക് ചെയ്യുന്നവർക്ക് അത് പരിപാലിക്കുവാനുള്ള യോഗ്യതയില്ല. കാരണം എന്താ? ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫർ. അവർ അള്ളാഹുവിങ്കൽ നിന്നുള്ള സന്ദേശം സ്വീകരിക്കാത്ത, റസൂലുള്ളാഹിനെ തള്ളിപ്പറഞ്ഞിട്ടുള്ള കുഫറിന്റെ ആളുകളായതുകൊണ്ട് കുഫറോടുകൂടി മസ്ജിദുകളെ പരിപാലിക്കുക എന്നതില്ല. ഉലൈക ഹബിതത് അഅമാലുഹും. കാരണം എന്താ? മുശ്രിക്കായി തീരുന്നതോടുകൂടി, കാഫിറായി പോകുന്നതോടുകൂടി അയാളുടെ അമലില്ലാതായി. അള്ളാഹുവിന്റെ അടുക്കൽ കൗണ്ടബിൾ അല്ല. അങ്ങനെയുള്ള ഒരാൾ എന്ത് നന്മ ചെയ്താലും ശരി, എന്നല്ല നന്മയാണെന്ന് നമുക്ക് തോന്നുന്ന എന്ത് കാര്യം ചെയ്താലും ശരി, അള്ളാന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരു അമലായി തീരുകയില്ല. ഹബിതത് അഅമാലുഹും വഫിന്നാരി ഹും ഖാലിദൂൻ. നരകത്തിൽ അവർ ശാശ്വതരായിരിക്കും. കുഫറാണെങ്കിൽ, കാഫിറായ ഒരാളാണെങ്കിൽ നരകത്തിൽ ശാശ്വതനായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാൾ ചെയ്ത അമലുകളൊന്നും സ്വീകരിക്കപ്പെട്ടില്ല, ബാത്തിലായ അമലുകളായി പോയി. അപ്പൊ എന്തിനാ നമ്മൾ ഈ തെളിവ് ധരിച്ചത്? ഒരാൾ മുസ്ലിമായിക്കൊണ്ട് ചെയ്യുന്ന അമല് മാത്രമേ. എന്തിനാ നമ്മൾ ചെയ്യുന്നത്? അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ? സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? ആ സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാന്റെ തൃപ്തി ഉണ്ടാണ്. മുസ്ലിമായിരിക്കണം, ഇസ്ലാമോട് കൂടി ചെയ്യണം. അപ്പോൾ മാത്രമേ സ്വീകരിക്കപ്പെടൂ. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് സ്വീകാര്യമല്ല. അതേപോലെ എത്രയോ ഒട്ടനവധി ആയത്തുകൾ ഈ വിഷയത്തിൽ
നമുക്ക് കാണാൻ പറ്റും. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ, അവർ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ അമലുകളെയും നമ്മൾ എന്ത് ചെയ്യും? ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, അത് കാറ്റിൽ പറത്തപ്പെട്ട ധൂളികൾ പോലെയാകുന്ന, ഫലം ഉണ്ടാവില്ല. ഒരു മുസ്ലിമായ മനുഷ്യന് ഇഖ്ലാസോടുകൂടി ഈമാനോടുകൂടി ചെയ്താൽ അതിന് ഫലം ഉണ്ടാവും, അല്ലാത്തവൻ ചെയ്താൽ ഫലമില്ല. അതുകൊണ്ട് ആണ് പറയുന്നത്, എന്ത് ഇബാദത്ത് ചെയ്യണമെങ്കിലും അള്ളാന്റെ അടുക്കൽ കബൂലാകണമെങ്കിൽ അവൻ മുസ്ലിം ആയിക്കൊണ്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താ? അഖ്ലോടുകൂടി ചെയ്യണം. അൽ അഖ്ൽ, ബുദ്ധിയോടുകൂടി ചെയ്യണം. ബുദ്ധിയോടുകൂടി വിവേകത്തോടുകൂടി ചെയ്യണം. അപ്പൊ ബുദ്ധി ഇല്ലാത്തവരായ ആളുകളുണ്ട്. അതാരാണ്? ളിദ്ദുഹു അൽ ജുനൂൻ, ബുദ്ധിയില്ലാത്തവൻ ജുനൂന് ബാധിച്ചവനാണ്, ഭ്രാന്ത് ബാധിച്ചവനാണ്, ചിത്തഭ്രമം ബാധിച്ചവനാണ്. അപ്പൊ ചിത്തഭ്രമം ബാധിച്ച ഒരാളാണെങ്കിൽ അയാളുടെ അമലെന്തല്ല? അള്ളാന്റെ അടുക്കൽ എഴുതി വെക്കപ്പെടൂല, മലക്കൾ എഴുതൂല. കാരണം അവൻ ചെയ്യുന്നത് ബുദ്ധിപൂർവമല്ല. അവൻ ഒരാളെ കൊന്നാൽ ഒരു വ്യക്തി ഭ്രാന്തനായ ഭ്രാന്തോടുകൂടി വേറൊരാളെ കൊന്നും തന്നെ വെക്കുക, അതൊന്നും എന്തല്ല? അള്ളാന്റെ അടുക്കൽ ശിക്ഷിക്കപ്പെടുന്ന കാര്യമല്ല. കാരണം അവന് ബുദ്ധിയില്ല. ബുദ്ധിയോടുകൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ. അപ്പൊ ബുദ്ധിയില്ലാത്തവനാണ് അൽ മജ്നൂൻ. മജ്നൂനായ ഒരാൾ മർഫൂൻ അൻഹുൽ അൽ ഖലം, അവനിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഹത്താ യഫീഖ, അവന്റെ ഭ്രാന്ത് മാറുന്നത് വരെ, അവന്റെ ചിത്തഭ്രമം മാറുന്നത് വരേക്കും അവൻ ചെയ്യുന്ന അമലുകൾ പുണ്യമാകട്ടെ പാപമാകട്ടെ എന്താകട്ടെ എഴുതി വെക്കപ്പെടുകയില്ല. അപ്പൊ ബുദ്ധിയോടുകൂടി ചെയ്യണം. പിന്നുള്ള എന്താണെന്നറിയോ? തമ്മീസ് ഉണ്ടാകണം, വിവേചന ബോധം ഉണ്ടാകണം. അതായത് ആഖിലും ബാലിഗുമാകാന്ന നമ്മൾ പണ്ടേ പഠിച്ചു വെച്ച്, ഒരാൾ ബുദ്ധിയുള്ളവനാകണം, ബാലിഗാണ്. ബാലിഗ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി തികയ്യ. പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് വിവേചന ബോധം ഉണ്ടാവും. അത് വേണോ വേണ്ടേ, ഒരു കാര്യം കൽപ്പിച്ചാൽ തന്നെ ചെയ്യണോ ചെയ്യണ്ടേ, അതിന്റെ ഗൗരവം ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ അയാൾ പ്രായപൂർത്തിയായവനാകണം. പ്രായപൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ എന്താ? വിവേചിക്കാൻ കഴിയാന്നാണ്. അതിന് കൃത്യമായ വയസ്സൊന്നുമില്ല. തെറ്റും ശരിയും വേർപെടുത്താനുള്ള കഴിവ് ഒരാൾ നേടുക എന്നതാണ്. ആ നേടാൻ പറ്റിയ പ്രായം ഒരാൾക്കാകലാണെന്ത്? തമ്മീസ് എന്ന് പറയുന്നത്. ആ തമ്മീസ് ഒരാൾക്ക് എത്തണം. റുഫിയൽ ഖലമു അൻ സലാസ, 3 വിഭാഗം ആളുകളിൽ നിന്നും പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഒന്ന് അന്നായിമു ഹത്താ യസ്തൈഖിള, ഒരു ഉറങ്ങിക്കിടക്കുന്നവനായ അയാൾ എന്തെങ്കിലും പിച്ചും പെയ്യും പറയുന്നുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ആളെ ദ്രോഹിക്കുന്നുണ്ടാവും, ഒക്കെ ചെയ്യും. പക്ഷെ അതൊന്നും എന്തല്ല? എഴുതി വെക്കപ്പെടുകയില്ല. കാരണം എന്താ? അവൻ ബോധപൂർവം അല്ല, അതേപോലെ തന്നെ തമ്മീസോടുകൂടി ചെയ്യുന്നതല്ല. വൽ മജ്നൂൻ ഹത്താ യഫീഖ, ഒരു ഭ്രാന്തനായ ആള് ഭ്രാന്ത് മാറുന്നതുവരെ എഴുതപ്പെടുകയില്ല. വസ്സഗീറു ഹത്താ യബ്ലുഗ, ചെറിയ ഒരു കുട്ടി അവൻ പ്രായമാകുന്നത് വരേക്കും അവന്റെ പ്രവർത്തനങ്ങൾ എഴുതപ്പെടില്ല. അപ്പൊ പ്രായമാവുക എന്നുള്ളത് ബുലൂഗാകുക, ആഖിലും ബാലിഗുമാവുക. ബാലിഗായാലേ അവന്റേത് എഴുതപ്പെടുക. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഈ ഇരിക്കുന്നവരായ ആളുകളൊക്കെ ആഖിലും ബാലിഗുമായ ആളുകളാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കണം? കുട്ടികളെ പ്രവൃത്തിയാകാൻ പാടില്ല, ഭ്രാന്തന്റെ പ്രവൃത്തിയാകാൻ പാടില്ല. ഭ്രാന്ത് പിടിച്ചവൻ ചെയ്യുന്നത് പോലെ നമ്മൾ നിസ്കരിച്ചിട്ട് കാര്യമല്ല എന്നർത്ഥം. കുട്ടികൾ ചെയ്യുന്നത് പോലെ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടാത്തത് എന്ന് വകതിരിവില്ലാത്ത ഒരു കുട്ടി നിസ്കരിക്കുന്നത് പോലെ നമ്മൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിന് സമായി. അപ്പൊ നിസ്കാരം എന്ന് പറയുന്നതാകട്ടെ, ഏത് തരം ഇബാദത്തുകളാകട്ടെ, അതൊക്കെ ചെയ്യേണ്ട മുറപ്രകാരം തെറ്റുകൂടാതെ സമ്പൂർണമായ രീതിയിൽ ചെയ്യേണ്ടതുണ്ട് എന്നൊരാശയം കൂടി അതിന് കിട്ടി. ഫിഖ് പഠിക്കുമ്പോൾ അങ്ങനെയാണ്. ഫിഖ് മാത്രം പഠിച്ചാൽ പോരാ, ഫിഖിന്റെ അപ്പുറത്തേക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില സംഗതി ഉണ്ടാവും. ചില ആൾക്കാർ നിസ്കരിക്കാൻ കൈ കെട്ടിയതേ അറിയൂ, പിന്നെ സലാം വീട്ടിയതേ ഓൻ അറിയുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് നടന്നുപോയ കാര്യങ്ങളൊന്നും അറിയുണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞത്, എന്തൊക്കെ ചെയ്തത് എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ബോധവും ഉണ്ടാവില്ല. അങ്ങനെ ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം സമ്പൂർണ്ണമാവൂല. അതുകൊണ്ട് തന്നെ പറയുന്നത് എന്ത് എന്നതിനെ കുറിച്ചൊക്കെ നല്ല ബോധത്തോടുകൂടി ആയിരിക്കണം നിസ്കരിക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുറൂ അബ്നാഅക്കും, നിങ്ങൾ നിങ്ങളെ മക്കളോട് കൽപ്പിക്കണം ബിസ്സലാത്തി ലിസബഈൻ, 7 വയസ്സ് പ്രായമായാൽ കുട്ടികളോട് നിസ്കരിക്കടാന്ന് പറഞ്ഞ് കൽപ്പിക്കണം. അതൊരു സമയ. ഫളിബൂഹും അലൈഹ ലിഅശ്രിൻ, 10 വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ല എങ്കിൽ 4 അടി കൊടുക്കണം, അടിച്ചിട്ട് നിസ്കരിക്കണം. ആ കാലത്ത് തന്നെ ശീലിച്ചു പോകണം എന്നർത്ഥം. 7-ാം വയസ്സ് മുതൽ നിങ്ങളെ കുട്ടികളെ പഠിപ്പിച്ച് വരിക, കൽപ്പിക്കുക, പള്ളി കൊണ്ടുപോവുക, ചെയ്യിപ്പിക്കാൻ ശീലിപ്പിക്കുക. എന്നിട്ടും 10 വയസ്സായിട്ടും ചെയ്യുന്നില്ലെങ്കിലോ നല്ല ശിക്ഷ കൊടുക്കുക. നല്ല ശിക്ഷ കൊടുക്കാൻ മർദ്ദിക്കുക എന്നുള്ള അർത്ഥത്തില, സ്നേഹിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുകളെ.
നമ്മൾ ആളുകളെ കീഴ്പ്പെടുത്തേണ്ടത് സ്നേഹിച്ചുകൊണ്ടാണ്. സ്നേഹിക്കുന്നവന്റെ ശകാരത്തിന് മാത്രമേ വില ഉണ്ടാവും. ശകാരിച്ച് ഉത്തരം ഒരു വിലയുണ്ടാവില്ല. സ്നേഹിക്കുന്നവൻ ശകാരിച്ചാൽ ആ ശകാരം മൂല്യമുള്ളതാകും. അപ്പൊ വാപ്പയും ഉമ്മയും ശകാരിക്കുന്നുണ്ടെങ്കിൽ ആ ശകാരം മൂല്യമുള്ളവൻ സ്നേഹം എന്ന് പറഞ്ഞ സംഗതി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ആ നിലക്ക് കുട്ടികളെ വളർത്തുക. 10 വയസ്സായി കഴിഞ്ഞാൽ അവനെ അടിക്കേണ്ടി വന്നാൽ അടിക്കുക, ശകാരിക്കുക, എന്നിട്ട് അവനെ ശീലിപ്പിക്കണം. വഫർരിഖൂ ബൈനഹും പിന്നെയോ മൽജയിൽ നിന്നും അവനെ വേർപെടുത്തണം. കിടപ്പറയിൽ നിന്നും 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അത്തരം കുട്ടികളൊക്കെ വേർപെടുത്തണം എന്നാ. അതൊക്കെ വലിയ വലിയ ഹിക്മത്തുകളുള്ള മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ നാട് അരാജകമായി തീരുന്നത്, സാംസ്കാരികമായി വ്യതിചലിച്ചു പോകാനുള്ള കാരണം. അപ്പൊ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടാതെ പോകുന്നിടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അപ്പോ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എന്തിനുള്ള അൽ ഇസ്ലാമു വൽ അഖ്ലു വത്തമീസ് എന്ന എല്ലാ ഇബാദത്തായ കാര്യങ്ങളും സ്വീകരിക്കപ്പെടാനുള്ള പൊതുവായിട്ടുള്ള നിബന്ധനകളാണ്. ഇനി നിസ്കാരവുമായി മാത്രം ബന്ധപ്പെട്ട് നോക്കിയാലോ, അതിൽപ്പെട്ടതാണ് ഇനി പറയാൻ പോകുന്നത് അത്തഹാറത്തു മിനൻ നജാസ. നജസുകളിൽ നിന്നും ഒരാൾ ശുദ്ധിയാവുക എന്നുള്ളതാണ്. നജാസാത്തുകളിൽ നിന്നും ശുദ്ധിയാകണം. 2 തരം ശുദ്ധിയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. നജസുകളിൽ നിന്നും ശുദ്ധിയാകാം. പലരും അമാന്തം കാണിക്കുന്ന ഒരു വിഷയമാണിത്. നജസ് എന്താണ്, നജസ് അല്ലാത്ത കാര്യങ്ങൾ എന്താണെന്നും തിരിച്ചറിയാത്ത ഒരു തലമുറ നമ്മുടെ ലോകത്ത് വന്നിട്ട്. നജസുകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ 2 തന്നെ. നജാസാത്തുൽ ഐനിയ എന്ന് പറയും. ഐന് തന്നെ നജസായ സാധനം എന്ന് പറഞ്ഞാൽ ആ വസ്തു തന്നെ നജസായത്. നായ, ആ വസ്തു തന്നെ നജസാണ്. ഒരു വീക്ഷണപ്രകാരം കേട്ടോ. അത് കഴുകിയാൽ നന്നാവോ? കഴുകിയാൽ നന്നാവുന്ന സാധനമല്ല. പന്നി നമ്മൾ കഴുകി വൃത്തിയാക്കാൻ പറ്റുമോ? വൃത്തിയാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഐന് തന്നെ നജസായ കാര്യം. അതേപോലെയുള്ള കുറെ സാധനങ്ങളുണ്ട് ഐന് തന്നെ നജസായത്. രണ്ടാമത്തെ എന്താണെന്നറിയോ? അന്നജാസാത്തുൽ ഹുക്മിയ, ഹുക്മ് നജസായത്. അതായത് നജസ് എന്ന് പറയപ്പെട്ട സാധനം നജസല്ലാത്ത ഒന്നിലേക്ക് ചേരുക. അപ്പൊ നജസല്ലാത്ത ഒന്നിലേക്ക് നജസ് ചേർന്നാൽ എന്തായി? നജസിന്റെ വിധിയായി, മാലിന്യത്തെ വിധിയായി. ഒരാളെ വസ്ത്രം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഒരു സാധനമാണ്. ആ വസ്ത്രത്തിലേക്ക് ഒരൽപ്പം മൂത്രം ചേർന്നു നോക്കുക, അതെന്തായി? ആ വസ്ത്രം അപ്പോൾ നജസിന്റെ വിധിയിലായി. എന്നാൽ ആ വസ്ത്രം ഉപേക്ഷിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങൾക്കാണ് ആ നജാസ അൽ ഹുക്കുമിയ എന്ന് പറയാം. അപ്പൊ ഈ തരത്തിലുള്ള എല്ലാ നജസുകളിൽ നിന്നും നമ്മൾ പരിശുദ്ധമായി തീരുമ്പോൾ മാത്രമേ, ആ പരിശുദ്ധിയോടുകൂടിയുള്ള നിസ്കാരം മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായി തീരുകയുള്ളൂ. അതൊരു ഷർത്താണ്, നിബന്ധനയാണ്. അപ്പൊ സംശയം ഉണ്ടാവും, എന്തൊക്കെയാണ് ഈ നജസ് ചേരാൻ പറ്റാത്ത നജസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ നജാസാത്തുൽ ഐനിയ എന്ന് പറയുന്നതിന്റെ ഗണത്തിൽ പെട്ടതാണെന്ത്? ബൗല് വഗായിത്ത് ലിൽ ഇൻസാൻ, മനുഷ്യന്റെ വിസർജ്യങ്ങൾ, മലമൂത്രങ്ങൾ മനുഷ്യന്റേത്. അതെന്താണ്? ഐന് തന്നെ നജസാക്ക്, വൃത്തിയാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അതേപോലെ തന്നെ കഥാ ബൗലു ആയിത്തിൻ മാലായൂക്കലു മിനൽ ഹയവാനാത്ത്, നമ്മൾ മാംസമായി ഉപയോഗിക്കാത്ത മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ. നമ്മൾ മാംസമായി ഉപയോഗിക്കുന്ന ജീവികളുണ്ട്, പശു, എരുമ, കാള, ഇതൊക്കെ നമ്മൾ മാംസമായി ഇങ്ങോട്ട് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ മാംസമായി ഉപയോഗിക്കുന്ന മൗക്കൂലാത്ത് എന്ന് പറയും. ഇത്തരം മൗക്കൂലാത്തുകളായ ജീവികളുടെ മലമൂത്രാദികൾ എന്തല്ല? നജസിന്റെ ഗണത്തിൽപ്പെടൂല എന്നാണ്. മനുഷ്യന്റേതുപോലെ മലമൂത്ര വിസർജ്യ വസ്തുക്കളായി നജസിന്റെ ഗണത്തിൽ അത് പെടൂല. എന്നാൽ ഇതല്ലാത്തവയാണെങ്കിലോ, മനുഷ്യൻ തിന്നാൻ ഉപയോഗിക്കാത്ത ജീവികൾ, നായ, പൂച്ച, ഇതുപോലെയുള്ള ജീവികളുണ്ടാവും. അത്തരം ജീവികളുടെ മലമൂത്രാദികൾ മനുഷ്യന്റേതുപോലെ തന്നെ എന്താണ്? നജസിന്റെ ഗണത്തിലാണ് പെടുക. അതുണ്ടായിക്കൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല. അൽ മനിയു അൽ മദിയു വൽ വദിയു, അത് നജസിന്റെ ഗണത്തിൽപ്പെട്ട. അൽ മദിയു അൽ വദിയു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജനനേന്ദ്രിയങ്ങളിൽ നിന്നും പുറത്തു പോകുന്ന മനീയ് അഥവാ ശുക്ലമല്ലാത്ത ദ്രവങ്ങളാണ്. ഇസ്തിരിട്ട ഭാഷയിൽ ഇപ്പൊ അങ്ങനെ അത് പറയാൻ പറ്റൂ. കേൾക്കുന്ന ആൾക്കാർ അങ്ങനെയായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ സ്രവിക്കപ്പെടുന്ന കൊഴുത്ത ദ്രാവകങ്ങളൊക്കെ എന്താണ്? നജസിൽപ്പെട്ടതാണ്. അത് വസ്ത്രത്തിലായാലോ ശരീരത്തിലായാലോ നിസ്കരിക്കുന്ന സ്ഥലത്തായാലോ അതൊക്കെ എന്താണ്? നജസിന്റെ ഗണത്തിലാണ് പെടുക.
അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. എന്നാൽ ശുക്ലമോ? ശുക്ലം നജസല്ല. ശുക്ലം ശരീരത്തിലായാലോ നിലത്തായാലോ നജസിന്റെ ഗണത്തിലല്ല പെടുക. അതിന്റെ മുന്നേയും പിന്നെയും പുറപ്പെടുന്ന ഇത്തരം സ്രാവങ്ങളാണ് അൽ മദി വൽ വദി എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതേപോലെ മറ്റൊന്നാണ് അദ്ദമുൽ മസ്ഫൂഹ്, ഒഴുക്കപ്പെട്ട രക്തം. രക്തം നമ്മളൊക്കെ ശരീരത്തിനുള്ളിൽ എന്തുണ്ട്? രക്തമുണ്ട്. നമ്മൾ ഈ രക്തം എന്ന് പറഞ്ഞാൽ നജസുമായി വഹിക്കുന്ന അതിനർത്ഥമില്ല. അതേ അവസരം വെട്ടിമുറിഞ്ഞ് പുറത്തേക്ക് തള്ളപ്പെട്ട് കഴിഞ്ഞാലോ അത് ദമ്മു മസ്ഫു ആണ്. അത് ഏത് തരം മൃഗങ്ങളിൽ നിന്നും പുറത്തു പോകുന്ന രക്തങ്ങളാണെങ്കിലും അതൊക്കെ നജസിന്റെ ഗണത്തിലാണ് പെടുക. അതിലെന്തൊക്കെ പെടും? ദമുൽ ഹൈൽ, മാസമുറയുള്ള പെണ്ണുങ്ങളുടെ രക്തം, വൻ നിഫാസ്, ഗർഭവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രക്തം, വൽ ഇസ്തിഹാല, അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു രോഗമാണ് ഇസ്തിഹാലത്ത്, രക്തം വെറുതെ ഒഴുകിപ്പോവുക എന്ന് പറയുന്ന രോഗം. ഈ സാധനങ്ങളൊക്കെ എന്തിലാണ് പെടുക? നജസിന്റെ ഗണത്തിലാണ് പെടുക. അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ശരീരത്തിലോ മേലോ ആയി നിസ്കരിക്കാൻ പറ്റൂല. അത് ശുദ്ധിക്ക് വിരുദ്ധമായ കാര്യമാണ്. അതേപോലെ ഒന്നാണ് ലുആബുൽ കൽബ്, നായയുടെ കേല, നായയുടെ ഉമിനീര്. നായയുടെ ഉമിനീര് നജസാണെന്ന് പറയാൻ കാരണം നായയെ സംബന്ധിച്ചിടത്തോളം അത് ടോട്ടൽ നജസാണോ അല്ലേ എന്ന തർക്കമുണ്ട്. മാലിക്കി മദ്ഹബ് പ്രകാരമൊന്നും നായ അതുപോലെ നജസായി ഗണിക്കപ്പെടുന്നില്ല. പക്ഷേ നായയുടെ കേല, അതുകൊണ്ടാണല്ലോ നായ ഒരു പാത്രത്തിൽ മോന്തയിട്ടാൽ ആ സാധനം നിങ്ങൾ ചുരിഞ്ഞു കളയണമെന്നും അത് 7 തവണ കഴുകണമെന്നും 7 തവണ മണ്ണ് കലർത്തി കഴുകണമെന്നും ഒക്കെ പറഞ്ഞ എന്തിനാ? വായിൽ നിന്ന് പോകുന്ന സാധനം നജസായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകമായി എടുത്തു പറയുന്നത് ലുആബുൽ കിലാബ്. അതേപോലെ അൽ ഖംറു ഇൻദ അക്സരിൽ ഉലമാ, പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഖംറ്, കള്ള്, മദ്യം എന്ന് പറയുന്ന സാധനം നജസാണ്. ഐന് തന്നെ നജസാണ്. അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് അക്സറുൽ ഉലമാ, പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷവും അത് ഐന് തന്നെ നജസാണ് എന്ന് പറഞ്ഞവരാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഈ സാധനം തന്നെ മദ്യം എന്ന് പറഞ്ഞ സാധനത്തെ മാറ്റിമറിച്ചാൽ അത് ഉപയോഗയോഗ്യമാണ്. ഈ സാധനത്തിൽ നിന്നാണ് എന്താണ് സുർഖ എന്ന് പറയുന്ന ഉപയോഗയോഗ്യമായ വസ്തു ഉണ്ടാകുന്നത് കള്ളിൽ നിന്നാണ്. അപ്പൊ അതിന്റെ അവസ്ഥ മാറിക്കഴിഞ്ഞാൽ ഹുക്കുമും മാറി. ഏതുപോലെ നമ്മള് ഭൂമിയിൽ മൂത്രം വഹിക്കുന്നുണ്ട്. മൂത്രം വഹിച്ചിട്ട് എങ്ങോട്ടാ കയറി പോണത്? ആകാശത്തിലേക്കാണ് കയറി പോണത്. ആ സാധനം താഴോട്ട് ഇറങ്ങി വരുന്നു, മഴയായി വർഷിക്കുന്നു. അത് മൂത്ര അല്ല. നമ്മുടെ സെപ്റ്റിക് ടാങ്കിന്റെ തൊട്ടപ്പുറത്തേക്ക് നല്ലൊരു തെങ്ങ് വളർത്തിയിട്ടുണ്ട്. 25 കൊല്ലമുള്ള ഭയങ്കരമായ തെങ്ങാണ്. അതിലേക്കൊക്കെ പോണ വെള്ളം, ഇതിന്റെ കരിക്കിലേക്ക് പോണ വെള്ളം സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷേ സെപ്റ്റിക് ടാങ്കിലെ വെള്ളമാണ് അതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് ശുദ്ധീകരിക്കപ്പെട്ട വേറൊരു രീതിയാണ്, വേറൊരു വസ്തുവായി മാറി. അതിന്റെ അവസ്ഥ മാറി. അപ്പൊ അവസ്ഥ മാറുമ്പോ സ്വാഭാവികമായി വിധികളും മാറും എന്നർത്ഥം. അപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്തിനാണെന്നറിയോ? ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മനുഷ്യന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ നിബന്ധന പൂർത്തീകരിക്കപ്പെടാത്ത നിസ്കാരമായി അത് മാറും എന്നതാണ്. ആ കാര്യം നമ്മളെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനോടൊക്കെ മൂത്രത്തിനോടൊക്കെ ഒരു യൂറിൻ ഫ്രണ്ട്ലി ആയ നിലപാടാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിനുള്ളത്. മുസ്ലിമീങ്ങളല്ലാത്ത കാര്യം പോട്ടെ, മുസ്ലിമീങ്ങളല്ലാത്തവരായ ആളുകൾക്ക് അതൊരു പ്രശ്നമേ അല്ല. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് തന്നെ എന്താ, ചില ആൾക്കാരൊക്കെ നമ്മള് മൂത്രപ്പുരയിൽ പോയി കഴിഞ്ഞാൽ നിന്നിട്ടാണ് മൂത്രയിക്കും. പരന്ന ക്ലോസറ്റിലേക്ക് നിന്നിട്ട് മൂത്രയിക്കുക. അവന്റെ പാന്റ് മടക്കിയിട്ടുണ്ടാവില്ല. എന്നിട്ട് ഇതിന്റെ മൂത്രം നന്നായിട്ട് ഇതിലേക്ക് തെറിച്ചിട്ടുണ്ടാവും. അതൊരു ഗൗരവത്തിലെടുക്കുന്നില്ല. മൂത്രം മുഴുവൻ അവന്റെ മേലായിട്ടുണ്ടാവും. എന്നിട്ട് ആ സാധനയായിട്ട് നേരെ പള്ളിയിൽ കയറി വരും. പള്ളി ഓനെ അശുദ്ധമാക്കി, ഓനെ ഏതായാലും അശുദ്ധായി, പള്ളിയും അശുദ്ധാക്കി. അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ ഗുരുതരമായ പ്രശ്നമാണ്. ആളുകൾ ചിന്തിക്കുന്നില്ല, ഇതൊന്നൊരു ഗൗരവത്തിലെടുക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന ഇബാദത്ത് അള്ളാന്റെ അടുക്കൽ കബൂലാകണം എന്ന് ഉദ്ദേശിച്ച് ചെയ്യുമ്പോ ഈ കാര്യത്തിലൊക്കെ നല്ല ഗൗരവവും ശ്രദ്ധവും ഉണ്ടാകണ്ടേ? ആ ശ്രദ്ധ നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെടുന്ന യുവതലമുറക്ക് പ്രത്യേകമായി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചു പിടിക്കണം. അപ്പൊ ഈ നിബന്ധനകൾ നമ്മൾ പൂർത്തീകരിച്ചു വേണം നമ്മുടെ നിസ്കാരങ്ങളൊക്കെ നടപ്പാകേണ്ടത്, അതാകേണ്ടത്. അപ്പൊ അതാണ് തഹാറത്തു മിനൻ നജാസ, നജസുകളിൽ നിന്നും ശുദ്ധിയാവുക എന്നത് നിസ്കാരം കബൂലാകാനുള്ള ഷർത്തിൽ ഒന്നാണ്. ഇനി അടുത്ത് പറയുന്നത് എന്താ അറിയോ? ആ തഹാറത്തു മിനൽ ഹദസി, ഹദസിൽ നിന്ന് ശുദ്ധിയാകണം. ഹദസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹദസ് എന്ന അശുദ്ധിയാണ്. ഒരു ശാരീരികമായ അവസ്ഥക്ക് പറയുന്ന പേരാണ് അശുദ്ധി. പ്രത്യക്ഷത്തിലൊന്നും ഉണ്ടാവില്ല,
ശാരീരികമായ ഒരു അവസ്ഥയാണെന്ത് ഹദസ് എന്ന് പറഞ്ഞാൽ. അത് രണ്ട് തരാണ്. ഒന്ന് ചെറിയ അശുദ്ധി, മറ്റത് വലിയ അശുദ്ധി. ഒരാൾ ഒളു ഇല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കണമെങ്കിൽ അവൻ ചെറിയ അശുദ്ധിയിലാണ്. കുളിക്കേണ്ട ഒരാൾ കുളിച്ചിട്ടില്ല എങ്കിൽ, കുളി നിർബന്ധമായ ഒരു വ്യക്തി കുളിച്ചിട്ടില്ല എങ്കിൽ അവൻ വലിയ അശുദ്ധിയിലാണ്. അപ്പൊ വലിയ അശുദ്ധി നീങ്ങാനൊരു കർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്, ചെറിയ അശുദ്ധി നീങ്ങാൻ വേറെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ആ ചെറിയ അശുദ്ധി നീങ്ങാനുള്ള വിഷയമാണെന്ത് ഒളു ചെയ്യാന്നുള്ളത്. ഒളു ചെയ്താൽ എന്തായി? ചെറിയ അശുദ്ധി എന്ന് പറയുന്ന സംഗതി നമ്മളിൽ നിന്ന് ഇല്ലാതായി. അതാണ് സൂറത്ത് മായിദയിലെ 6-ാമത്തെ ആയത്തിൽ പറയുന്നത്. അശുദ്ധി ഉണ്ടായാൽ, വലിയ അശുദ്ധി ഉണ്ടായാലും ചെറിയ അശുദ്ധി ഉണ്ടായാലും ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെ എന്നതാണ് സവിസ്തരം പ്രതിപാദിക്കപ്പെടുന്നത്. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ കേട്ട യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, വിശ്വാസികളോടാണ് പറയുന്നത് കേട്ടാ. ഇദാ ഖുംതും ഇലസ്സലാഹ്, നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി തയ്യാറായാൽ, നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായാൽ, ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകണം. മുഖം കഴുകണം. മുഖത്തിന്റെ അടയാളം എവിടെയാണ്? മുടി മുളക്കുന്ന ഭാഗം മുതൽ താടിയിൽ വരെയുള്ള ഭാഗവും. കുത്തനെ നോക്കിക്കഴിഞ്ഞാൽ, വിലങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെവി മുതൽ അടുത്ത ചെവി വരെയുള്ള ഈ ഭാഗങ്ങളാണ് മുഖം എന്ന് പറഞ്ഞാൽ. ആ മുഖം കഴുകണം എന്നാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തത് ഐദിയക്കും മിലൽ മറാഫിഖി, കൈകൾ നിങ്ങൾ കഴുകണം മിർഫഖ് വരെ. മിർഫഖാன മുട്ട്, കൈയിന്റെ മുട്ട് ഉൾപ്പെടെ കഴുകണം എന്നാണ്. പിന്നെ പറയുന്നതോ വംസഹൂ ബിറൂസിക്കും, നിങ്ങൾ തല തടവണം, തല തടവണം. പിന്നെ പറയുന്നതോ വ അർജുലക്കും, നിങ്ങളുടെ കാലുകൾ ഇലൽ കഅബൈനി, ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. ഇപ്പൊ എത്ര ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ? 4 കാര്യങ്ങളെ പറ്റി പറഞ്ഞുള്ളൂ. മുഖം കഴുകണം, കൈ മുട്ടുൾപ്പെടെ കഴുകണം, തല തടവണം, കാല് കഴുകണം. അത്രേ പറഞ്ഞിട്ടുള്ളൂ വിശുദ്ധ ഖുർആനിൽ. അതോടുകൂടി എന്തായി? അത് ഏകദേശം ഒരാള് തർത്തീബ് അനുസരിച്ച് കൃത്യമായി ചെയ്താൽ തന്നെ അയാൾ ഒളു ചെയ്തവനായി, അയാൾ ഒളു ചെയ്തവനായി. എന്നാൽ അതിന്റെ പരിപൂർണമായ അതിന്റെ സർത്തും ഫർളും നിബന്ധനകളും എല്ലാം കൂടി കൂട്ടി ക്രമീകരിച്ചുകൊണ്ട് ആരാ പറഞ്ഞു തരേണ്ടത്? അത് റസൂലാ പറഞ്ഞു തരേണ്ടത്. വിശുദ്ധ ഖുർആനിൽ വളരെ സംക്ഷിപ്തമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നതാകുന്നു അതിന്റെ വിശദീകരണം എന്ന് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. റസൂൽ അത് വിശദമായി പഠിപ്പിച്ചു. അതെങ്ങനെയാണെന്നറിയോ? അൻ ഹുംറാന മൗല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായ, അടിമയായ ഹുംറാനിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന ഉസ്മാൻ ബിൻ അഫ്ഫാന റളിയല്ലാഹു തആല അൻഹു ദഅ ബിവളൂഇൻ, അദ്ദേഹത്തോട്, തന്റെ ഭൃത്യനോട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഫതവല്ല, അങ്ങനെ അദ്ദേഹം വുളു എടുത്തു. ഫഗസല കഫൈഹി, അദ്ദേഹത്തിന്റെ ഇരു കൈകളുടെയും കഫ്, മുൻകൈ കഴുകിന. അത് ഖുർആനിലുണ്ടോ? ഇല്ല. ഖുർആനിൽ മുൻകൈ കഴുകണം പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, കൈ കഴുകണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രാവർത്തിക കാണിച്ചപ്പോൾ എന്ത് ചെയ്തു? 3 പ്രാവശ്യം മുൻകൈ കഴുകി. സലാസ മറാത്തിൻ, 3 തവണ. ഖുർആനിൽ 3 തവണ എന്ന് പറഞ്ഞോ? ഇല്ല. എന്നാൽ ഹദീസിൽ 3 തവണ എന്ന് പറഞ്ഞിട്ടുണ്ട്, 2 തവണ എന്ന് പറഞ്ഞിട്ടുണ്ട്, 1 തവണ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1 തവണ ആയ തന്നെ പൂർത്തിയായി. പൂർത്തിയായി എന്ന് പറഞ്ഞാൽ അത് കടമ വീടി. സമ്പൂർണ്ണമാണെങ്കിലോ 3 തവണയായിരിക്കണം. സലാസ മറാത്തിൻ. അത് കഴിഞ്ഞിട്ടോ സുമ്മ മൽമല വസ്തൻസറ, അത് കഴിഞ്ഞിട്ട് വായിൽ വെള്ളമാക്കി കൊപ്പിളിച്ചു. വസ്തൻസറ, സ്തൻസറാന മൂക്കിലേക്ക് കയറ്റിയ വെള്ളം താഴോട്ട് ചീറ്റുക, അതിനാ പറയാ. അപ്പൊ മൂക്കിലേക്ക് ആദ്യം വെള്ളം ഇസ്തിൻസാഖ് എന്നൊരു സംഭവം ഉണ്ടാകണം. ഇസ്തിൻസാഖുണ്ട്, ഇസ്തിൻസാറുണ്ട്. അത് രണ്ടും ചെയ്യണം. ഇതൊന്നും നമ്മളാരും അത്രത്തോളം ഗൗരവത്തിൽ കാര്യമല്ല. മുഖം കഴുകുന്നതിന്റെ ഭാഗമാണ് മൂക്കിൽ വെള്ളം കയറ്റി. മൂക്കിൽ മുഖത്തിന്റെ ഭാഗമാണ് മൂക്ക് എന്ന് പറഞ്ഞാൽ. മൂക്കിന്റെ ഉള്ളിലൊക്കെ പലയാതി അശുദ്ധികളും ബാധിച്ചിട്ടുണ്ടാവും. അതൊക്കെ പുറത്തേക്ക് ഒഴിവാക്കി തള്ളണം. അതാണ് പരിപൂർണമായ വുളു എന്ന് പറഞ്ഞാൽ. അത് ചെയ്തു 3 തവണ. പിന്നെയോ സുമ്മ ഗസല വജ്ഹഹു സലാസ മറാത്ത്. പിന്നെ മുഖം, ഇത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ മുഖം കഴുകുന്നത്. മുഖം 3 തവണ കഴുകി. അത് ഖുർആനിലുണ്ടോ? ഇല്ല. സുമ്മ ഗസല യദഹുൽ യുംന, പിന്നെ വലത്തെ കൈ കഴുകി ഇലൽ മിർഫഖി, മുട്ടുവരെ സലാസ മറാത്ത്, 3 തവണ കഴുകി. സുമ്മ ഗസല യദഹുൽ യുസ്രാ മിസ്ല ദാലിക്, പിന്നെ ഇടത്തെ കൈയും അതേപോലെ ചെയ്തു. അപ്പൊ ഇതൊന്നും തർത്തീബ് തെറ്റാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ ക്രമമാണ്. ആ ക്രമം അനുസരിച്ച് ചെയ്യുക. സുമ്മ മസഹ റഇസഹു, പിന്നെ തല തടവി എന്നേ ഉള്ളൂ. ടൈം പറഞ്ഞില്ല, എണ്ണം പറഞ്ഞില്ല. മസഹ റഇസഹു, പിന്നെ തല തടവീന്നേ ഉള്ളൂ. അപ്പൊ തല തടവാൻ നമ്മളെ ആൾക്കാർക്ക് പല ആൾക്കാർ 3 തവണ തടവുന്ന കാണാം. അതെങ്ങനെ? ഭാഗികമായാണ് തടവുക.
ഒരു തുള്ളി വെള്ളം എടുത്ത് നെറ്റിമൽ തോണ്ടുന്നത് കാണാം. അതൊന്നും ഒതു ആവൂല. ആ ഒതു ഒന്നും എന്താവൂല, ഒതു ആവൂല. അതൊരു തമാശക്കളിയാണ്. ആ തമാശക്കളി കളിക്കേണ്ടതല്ല. ഇസ്ലാമിന്റെ ഇബാദത്ത് പരിപൂർണമായി ചെയ്യണം. എന്താ റസൂലുള്ളാഹിന്റെ ചര്യ? ഫഅഖ്ബല ബിഹിമാ വഅദ്ബറ. രണ്ട് കൈ ഇവിടെ വെച്ചിട്ട് അദ്ബറ പിന്നോട്ട് കൊണ്ടുപോയി. ബദഅ ബിമുഖദ്ദിമി റഅസി, തലയുടെ മുൻഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് സുമ്മ ദഹബ ബിഹിമാ ഇലാ ഖഫാഹു, പെരടി വരെ കൊണ്ടുപോയി. സുമ്മ റദ്ദഹുമാ ഹത്താ റജഅ ഇലൽ മക്കാനി അല്ലദീ ബദഅ മിൻഹു. എവിടുന്നാണ് തുടങ്ങിയെടുത്തേക്ക് കൊണ്ടുവന്നു. പിന്നോട്ട് കൊണ്ടുപോയി, മുന്നോട്ട് തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് ചെവി തടവി. ചെവി എന്നുള്ള എന്തില്ല, തലയിൽപ്പെട്ടതാ. അപ്പൊ തല എത്ര തടവുണ്ട്, അത്രയാണ് ചെവിയും തടവുണ്ട്. അത് 3 തടവ വേണോ? വേണ്ട. തല എത്ര പ്രാവശ്യ? ഒറ്റ പ്രാവശ്യം. 3 തവണ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പല ആൾക്കാരും 3 തവണ ചെയ്യുന്നവരുണ്ട്, വേറെ വേറെ വെള്ളം എടുത്ത് ചെയ്യുന്ന. അങ്ങനൊന്നും ചെയ്യേണ്ടതില്ല. ഹദീസിൽ വന്ന എത്രയേ ഉള്ളൂ, ഒറ്റ തവണ. അത് ചെയ്താ മതി. അതാണ് സുന്നത്ത്. പിന്നെ പറയുന്നത് എന്താ? സുമ്മ ഗസല റിജ്ലഹുൽ യുംന, പിന്നെ വലത്തെ കാല് കഴുകി ഇൽ കഅബൈനി, എരിയാണി ഉൾപ്പെടെ സലാസ മർറാത്തിൻ 3 തവണ. സുമ്മ ഗസല അൽ യുസ്ര മിസ്ല ദാലിക, പിന്നെ ഇടത്തേതും അതുപോലെ തന്നെ ചെയ്തു. സുമ്മ ഖാല, പിന്നെ പറഞ്ഞു, പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു, എന്ത്? റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവല്ലഅന വവുളൂഇ ഹാദാ, ഞാൻ ഈ കാണിച്ചു തന്നതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്നത് ഞാൻ കണ്ടത്. അപ്പൊ റസൂൽ ചെയ്യുന്നത് പോലെ സഹാബിയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചെയ്ത് കാണിക്കുകയാണ്. അപ്പൊ റസൂലിലേക്ക് മർഫൂആയി കാര്യം, റസൂൽ ചെയ്തത് അങ്ങനെയാകുന്നു എന്നാണ്. സുമ്മ ഖാല, പിന്നെ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ തവല്ല, ഒരുത്തൻ വുളു എടുത്തു, നഹ്വ വുളൂഇ ഹാദാ, ഞാൻ ഈ വുളു എടുത്തതുപോലെ ഒരാൾ വുളു എടുത്തു. ഈ നിയമങ്ങളൊക്കെ, അതിന്റെ തർത്തീബും ക്രമവും ഒക്കെ പാലിച്ചുകൊണ്ട്, അതിന്റെ സുന്നത്തൊക്കെ പാലിച്ചുകൊണ്ട് ഒരുത്തൻ വുളു എടുത്തു. സുമ്മ യർകഉ റകഅതൈൻ, പിന്നെ ആ വുളുവോടുകൂടി ഒരാൾ 2 റകഅത്ത് നിസ്കരിക്കുന്നു. ലാ യുഹദ്ദിസു ഫീഹാ നഫ്സഹു, ആ നിസ്കാരത്തിൽ അയാൾ തന്റെ മനസ്സിനോടൊന്നും സംസാരിക്കുന്നില്ല. അള്ളാഹിനോട് സംസാരിക്കുന്നത്, തന്റെ മനസ്സിനോട് സംസാരിക്കുന്നില്ല. ഒരു വസ്വാസവും ഇല്ല. മനസ്സ് മുഴുവനും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ഒരാൾ 2 റകഅത്ത് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാൾക്ക് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു തആല പുറത്തു കൊടുക്കുന്ന. അപ്പൊ ആ വുളൂവിന്റെ ഫളായിലുകൾ വിശദീകരിച്ച സ്ഥലത്താണത്. അപ്പൊ ഈ പറഞ്ഞ പ്രകാരം ഖുർആനിൽ പറഞ്ഞതിന്റെ വിശദാംശമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പ്രകാരം ഒരാള് നേരെ ചൊവ്വേ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് വുളൂവെടുത്ത് നിസ്കരിക്കുമ്പോൾ മാത്രമേ ആ നിസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ കബൂലായിട്ടുള്ളൊരു അമലായി മാറുകയുള്ളൂ എന്നൊരു ബോധം നമുക്കുണ്ടെങ്കിലേ ഈ പണികളൊക്കെ അതിന്റെ യഥാവിധി ക്രമപ്രകാരം ചെയ്യാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല മനസ്സുള്ള, ദീനനുസരിച്ച് ജീവിക്കണമെന്ന് മോഹമുള്ള, ആഗ്രഹമുള്ള, സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹമുള്ള തരത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും ഉൾപ്പെടാനുള്ള ഭാഗ്യം നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തഹൂർ, ശുദ്ധി ഇല്ലാത്തവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ലാ തുഖ്ബലു സ്വലാത്തു അഹദിക്കും ഇദാ അഹ്ദസ ഹത്താ യതവല്ല, ഒരാൾക്ക് ചെറിയ അശുദ്ധി ഉണ്ടായിട്ട് അയാൾ ശുദ്ധി വരുത്തുന്നില്ല എങ്കിൽ, അയാൾ വുളൂ എടുത്തുകൊണ്ട് ശുദ്ധി വരുത്തുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവന്റെ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പൊ തഹാറത്ത് എന്ന് പറയുന്നത് എന്താണ്? നിബന്ധനയാണ്, വ്യവസ്ഥയാണ് എന്ന് കൃത്യമായി ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി സമയങ്ങളിലൊക്കെ ഇനിയും ഇതുമായി കുറെ കാര്യങ്ങൾ സംസാരിച്ചു പോകുമ്പോൾ വീണ്ടും നീണ്ടുപോകുമെന്നുള്ള പേടിയുള്ളതുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകേണ്ട, പാലിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ഇബാദത്ത് എടുത്താൽ പോരാ, ഇബാദത്ത് ചെയ്യുന്നത് അള്ളാന്റെ അടുക്കൽ കബൂലാകണമെന്ന് വിചാരം വേണം. ആ വിചാരം നമുക്കുണ്ടെങ്കിൽ ഈ നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ നമ്മൾ പാലിക്കണം. അതൊന്നും നിസ്സാരമായി നമ്മൾ തള്ളാൻ പാടില്ല. നമ്മൾ മാത്രമല്ല,
നമ്മുടെ അനന്തര തലമുറകൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും ഒക്കെ അത് ശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ദീന് ദുനിയാവിൽ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ള ദീനോടുകൂടി അള്ളാന്റെ അടുത്ത് പോയിട്ട് മാത്രമേ സ്വർഗം നേടാൻ നമുക്ക് കഴിയുള്ളൂ എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ആ നിലയിൽ വേണം നമ്മൾ ജീവിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെയുള്ള അനുഗ്രഹങ്ങൾ നമുക്കെല്ലാം നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا